Good morning, students. Welcome to my class. Today we are going to study numerical integration using trapezoidal rule and Simpson's rule. First of all, what is a numerical integration? If we are computing the integral value of an integral within limits a to b using a tabulated set of values in the given interval, then that computing process is called a numerical integration. അതായത് ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുകയാണ്. എ ടു ബി എന്ന് പറയുന്ന ലിമിറ്റിനുള്ളിൽ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുകയാണ്. അവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ആ ഫങ്ഷൻ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ്, ടാബുലേറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഇങ്ങനെ ടാബുലേറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. നമ്മൾ ഇൻ്റഗ്രലിലുള്ള വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. ദ പ്രോസസ് ഇൻ ജനറൽ, സാധാരണഗതിയിൽ ഈ പ്രോസസ്സിനെ നമ്മൾ ക്വാഡ്രേച്ചർ എന്നാണ് പറയുക. സോ എന്താണ് ക്വാഡ്രേച്ചർ? അതായത് ന്യൂമറിക്കൽ അനാലിസിസിൽ ദ ന്യൂട്ടൺ കോട്ട് ക്വാഡ്രേച്ചർ ഫോർമുല are a group of formula for numerical integration based on evaluating the integrand at equally spaced points. They are named after Isaac Newton and Cotes. അതായത് എക്സിൻ്റെ തുല്യമായ ഇൻ്റർവലുള്ള പോയിന്റുകളുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ന്യൂമറിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫോർമുലകൾക്കാണ് ന്യൂട്ടൺ കോട്ട് ഫോർമുല അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ ഫോർമുല എന്നൊക്കെ പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ന്യൂട്ടണും കോട്ട്സും കൂടെ ചേർന്നിട്ടാണ്. If that formula, that is the Newton-Cote formula, can be useful if the value of the integrand at equally spaced points is given. നമ്മൾക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഈ ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സിൽ അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻ്റഗ്രൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. If it is possible to change the points at which the integrand is evaluated, then other methods such as Gaussian quadrature and Clenshaw-Curtis quadrature are probably more suitable. നമ്മൾക്ക് ഈ പോയിന്റ്സുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അറ്റ് വിച്ച് ഇൻ്റഗ്രൻറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട പോയിന്റുകൾക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് മറ്റ് മെത്തേഡുകൾ, ഗോഷ്യൻ ക്വാഡ്രേച്ചർ അതുപോലെയുള്ള മറ്റ് മെത്തേഡുകൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. It is assumed that the value of a function f defined on integral ab is known as n plus 1 equally spaced points. There are two classes of Newton-Cotes quadrature. They are called closed when x0 equal to a and xn equal to b. They use the function values at the interval endpoints, and open when x0 is greater than a and xn is less than b. They do not use the function values at the endpoints. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾക്ക് ആവശ്യമായ ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എവിടെയാണുള്ളത്? എക്സ് ഈക്വൽ ടു എ ടു ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലാണുള്ളത്. ആ എ ടു ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലുള്ള ഈക്വലി സ്പേസ്ഡ് ചില പോയിന്റുകളിൽ എക്സിൻ്റെ ചില പോയിന്റുകളിൽ ഈക്വലി സ്പേസ്ഡ് പോയിന്റുകളിൽ എഫിൻ്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ രണ്ട് തരത്തിൽ നമ്മൾക്ക് ഈ ക്വാഡ്രേച്ചർ ഫോർമുല സങ്കല്പിക്കാൻ സാധിക്കും. നമ്മൾ ക്ലോസ്ഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? x0 നമ്മുടെ ആദ്യത്തെ എക്സ് പോയിന്റ് എയും അവസാനത്തെ എൻഡ് പോയിന്റ് ബിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഇൻ്റഗ്രലിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് എന്നും, ഓപ്പൺ എന്ന് പറഞ്ഞാൽ x0 എയേക്കാളും കൂടുതലും, അതായത്
ആ ഇൻ്റർവെൽ എയും ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ബൗണ്ടറിയിലല്ലാതെ അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓപ്പൺ ക്വാഡ്രേച്ചർ ഫോർമുല എന്ന് പറയും. അത് മാത്രമല്ല, ഈ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വിഡ്ത്തിനെയാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് ട്രപ്പിസോയിഡൽ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെല്ലിനെ സ്റ്റെപ്പ് സൈസിനെ ഇൻ്റർവെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ F0 + F1 എന്ന് പറയുന്ന ഒരു ഇതിൽ ഉപയോഗിക്കുന്നതിനാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. ഇനി ട്രപ്പീസോയിഡൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായി ഒരു ഇൻ്റഗ്രൽ നമുക്കുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് a to b ആണെങ്കിൽ y = f(x), y = f(x) എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് ഫങ്ഷൻ എങ്കിൽ, അതുപോലെ ഈ എക്സിൻ്റെ വാല്യൂസ് x0യിൽ വാല്യൂ y1 ആണ്, x1ലെ വാല്യൂ x0ലെ വാല്യൂ y0 ആണ്, x1ലെ വാല്യൂ y1 ആണ്. അങ്ങനെ ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ലിനെ നമ്മൾ ഈ x0, x1, x2 എന്ന് പറയുന്നത് ആ ഇൻ്റർവെല്ലിനെ n ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് ഇത് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഈ ഓരോ എക്സിൻ്റെ ഈക്വൽ പോയിന്റുകളിലും നമ്മളുടെ വാല്യൂസ് വൈയുടെ വാല്യൂസ് അറിയാം എങ്കിൽ നമ്മൾ ഈ ന്യൂട്ടൺ കോട്ട് ഫോർമുലയിൽ എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ n = 1 ഈസ് ദ കണ്ടീഷൻ ഫോർ എ ട്രപ്പീസോയിഡൽ ഫോർമുല. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് h/2, ഇത് നമ്മളുടെ ഡെറിവേഷൻ വേറെ ബുക്കുകളിൽ ന്യൂമറിക്കൽ മെത്തേഡിൻ്റെ ബുക്കുകളിൽ കാണാൻ സാധിക്കും. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ h/2 y0 + y1, അതായത് എൻഡ് പോയിന്റിലെ വാല്യൂസ് പ്ലസ് ആഡ് ചെയ്യുകയാണ് 2 × y1 + y2 + y3. അപ്പോൾ ഈ എൻഡ് പോയിന്റ്സ് ഒഴിച്ച് ഫസ്റ്റ് എൻഡ് പോയിന്റിനെ y0 എന്ന്, അവസാനത്തെ എൻഡ് പോയിന്റിനെ എക്സ് പോയിന്റിനെ yn എന്ന് വിളിക്കുകയാണ്, അതായത് വൈയുടെ വാല്യൂ. അതിൻ്റെ ഇടയിലുള്ള എക്സുകളുടെ വാല്യൂസ് ആണ് y1, y2, y3. അങ്ങനെ 2 × y1 + y2 + y3, അങ്ങനെ yn - 1. അടുത്തതായി നമ്മൾ ഈ ട്രപ്പീസോയിഡൽ റൂൾ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്, ഒരു ഫംഗ്ഷൻ നമുക്ക് ഫംഗ്ഷൻ അറിയില്ല, പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഉണ്ട്. എവിടെയൊക്കെ വാല്യൂസ് ഉണ്ട്? ഈ ഇൻ്റർവെല്ലിലെ a to b എന്ന് പറയുന്ന എക്സിൻ്റെ ഇൻ്റർവെല്ലിലെ ഈക്വി സ്പേസ്ഡ് പോയിൻറ്റ്സുകളായ എക്സുകളിലുള്ള y വാല്യൂസ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ def fx. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ റിട്ടേൺ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നതിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സൈൻ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ മാത്തമാറ്റിക്കൽ പൈത്തണിലെ നംപൈ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലൈബ്രറി തന്നെ കണ്ടുപിടിച്ചോളും. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ സ്റ്റെപ്പ് സൈസ് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യാം. എത്ര ഇൻ്റർവെലായിട്ട് ഇൻ്റർവെൽ ആക്കണമെന്നുള്ള അറിയാമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിട്ടേൺ സൈൻ എക്സ്, പ്രിൻ്റ് എൻ്റർ ലോവർ ലിമിറ്റ്, a = float input a, enter the lower limit of integration,
print enter upper limit b is equal to float input b, enter the upper limit of integration, print enter the number of intervals. എത്ര ഇൻ്റർവെൽസ് ആയിട്ട് നിങ്ങൾ ഈ ഇൻ്റർവെലിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നു. n is equal to input int input n, h is equal to b minus a by n എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സിൻ്റെ ഇൻ്റർവെലിനെ ഈ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് സൈസ് കിട്ടും. അതിനുശേഷം നമ്മൾക്കറിയാം ആ ടോട്ടൽ ഇൻ്റഗ്രലിൻ്റെ എൻ്റയർ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഒരു പാർട്ട്. ബാക്കി പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള പോയിന്റുകളുടെ വാല്യൂ ഇൻറ്റു 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് രണ്ട് എൻഡ് പോയിന്റ്സ് എയും ബി എന്ന് പറഞ്ഞ എക്സിലെ സ്റ്റാർട്ടിംഗ് ഇൻ്റർവെൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ബാക്കി ടേംസ്, അതായത് 2 ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് x2 എന്ന് പറയുന്നത്, അതായത് y1 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര അപ് ടു yn മൈനസ് 1, അത് നമ്മൾ ആഡ് ചെയ്ത് ഈ ഇൻ്റഗ്രലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ട്രപ്പീസോയിഡൽ റൂളിൻ്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ലൂപ്പ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഫോർ ഐ ഇൻ റേഞ്ച് 1, n. ഇവിടെയും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 4 കഴിഞ്ഞിട്ട് നമ്മൾക്ക് വരേണ്ടത് സ്പേസ് ആണ്. ഇവിടെയാണ്, ഇവിടെ നമുക്ക് സ്പേസ് ആണ് വരേണ്ടത്. സ്പേസ് ഇവിടെ വിട്ടുപോയതാണ്. ഇവിടെ നമ്മൾ സ്പേസ് ഇട്ടു. അപ്പോൾ ഇത് സ്പേസിന് പുറത്താണ്, അതായത് ഈ ലൈൻ സ്പേസിന് പുറത്താണ്. അപ്പോൾ ഈ 2 വരി മാത്രം മതി നമ്മൾക്ക് ബാക്കി ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഫോർ ഐ ഇൻ റേഞ്ച് 1 to n. അപ്പോൾ 1 to n കൊടുത്തു കഴിഞ്ഞാൽ n-1 വരെ വർക്ക് ചെയ്യും. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ ടൈമിലെ എക്സിൻ്റെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ എക്സ് അറിയാമെങ്കിൽ അത് ജസ്റ്റ് ഇൻ്റഗ്രൽ ഫംഗ്ഷനിലേക്ക് എഫ് ഓഫ് എക്സിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫ് എഫ് എക്സ് എന്ത് ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ. അങ്ങനെ നമ്മൾക്ക് ഈ ടേം കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഈ ലൂപ്പ് ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും ഓരോ ടേം, അതായത് 2 ഇൻറ്റു y1 എന്ന് പറയുന്ന ടേമിലെ ഓരോ ടേമും ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവസാനം ഇൻ്റഗ്രലിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ സിംപ്സൺസ് റൂൾ ഒന്ന് നോക്കുക. ഇനി ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് n is equal to 2 in the Newton-Cotes quadrature formula, we get the integral f of x dx with the limits a to b as given by h by 3 into y0 plus yn plus 4 into odd terms plus 2 into even terms. ഇതിൻ്റെ ഡെറിവേഷന് നമ്മൾക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതായത് ശാസ്ത്രി എന്ന് പറയുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ് ബൈ SS ശാസ്ത്രി, ആ ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡെറിവേഷൻ. അപ്പോൾ അതായത് സിംപ്സൺസ് 1/3 ഫോർമുല എന്ന് പറയുന്നത് ന്യൂട്ടൺ കോട്ട് ഫോർമുലയിൽ n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് h by 3 ഇൻറ്റു y0, നേരത്തെ സിംപ്സൺസ് റൂളിൽ നമ്മൾ ചെയ്തത് തന്നെയാണ്, പ്ലസ് 4 into odd terms plus 2 into even terms. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഈ എക്സ് അടുത്ത പ്രോഗ്രാം നമ്മൾക്ക് ചെയ്യാം. സൈൻ എക്സ് തന്നെയാണ് 0 to π യൂസിങ് സിംപ്സൺസ് റൂൾ. ട്രപ്പീസോയിഡൽ റൂൾ വെച്ച് ചെയ്ത അതേ പ്രോഗ്രാമിനെ നമ്മൾ സിംപ്സൺ റൂൾ ഉപയോഗിച്ച് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ സെയിം ആണ്, ബാക്കി ഫോർ ലൂപ്പിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്താണ് ആദ്യത്തെ പ്രോഗ്രാം, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ ഏതാണോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഫംഗ്ഷനെ ഡെഫിലേക്ക് ആഡ് ചെയ്യുക. ഡെഫ് എഫ് എക്സ്, ഇവിടെ നമ്മൾക്ക് സൈൻ എക്സിൻ്റെ വാല്യൂ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്, നോൺ ഫംഗ്ഷനാണ്. ഈവൻ ഈ സൈൻ എക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലി വേണമെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി അത് സൈൻ എക്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ്.
പിന്നെ നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒക്കെ എൻ്റർ ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, എയിലും ബിയിലും സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമ്മൾ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് എത്ര വേണം എന്ന് തീരുമാനിക്കുന്നു. അതിനനുസരിച്ചായിരിക്കും സ്റ്റെപ്പ് സൈസ്. സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ബി മൈനസ് എ, ദാറ്റ് മീൻസ് എക്സിൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ എൻ ആണ്. അതിനുശേഷം ആദ്യത്തെ അവസാനത്തെയും ഫംഗ്ഷൻ്റെ വാല്യൂസ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറയുകയാണ് if there is no remainder on dividing I by 2. നമുക്കറിയാം ഈവൻ ടേംസുകളെല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വീണ്ടും എഫിന് ശേഷം ഇവിടെ ഇഫ് ലൂപ്പിന് ശേഷം നമ്മൾക്ക് വേണ്ടത് ഈ ഇഫ് ലൂപ്പിന് ശേഷം വേണ്ടത് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഓർഡർ ഈവൻ ടേംസിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഓർഡർ ടേംസിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈവൻ ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി കൗണ്ടറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം കൗണ്ടർ ഈവൻ ആകുമ്പോഴെല്ലാം റിമൈൻഡർ 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം അത് ഈവൻ ടേം ആയിരിക്കും. ആ ഈവൻ ടേം ആണെങ്കിൽ ആ ഈവൻ ടേം ഉള്ള എക്സിനെ 2 കൊണ്ട് എഫ് എഫ് എക്സ്, ആ എക്സിനെ എഫ് എഫ് എക്സ് കണ്ടുപിടിക്കുകയും പിന്നെ ആ എഫ് എഫ് എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നെ ആ വാല്യൂവിനെ ആ ടേമിനെ ഈ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത രണ്ട് എൻഡ് പോയിൻറ്റ്സിലെ വാല്യൂസ് y0 ആൻഡ് yn, അതായത് ya പ്ലസ് ybയിലേക്ക് കൂടെ ആഡ് ചെയ്യുകയും ചെയ്യണം. ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെ ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നതുവരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇവിടെ ഒരു സ്പേസ് ആണ്, ഫോർ ലൂപ്പിനുള്ളിലാണത്, ഇവിടെ ഒരു സ്പേസ് വേണം. അപ്പോൾ ഓഡ് ടേമുകളെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എൽസ്, അല്ലെങ്കിൽ അത് ഓഡ് ടേം ആയിരിക്കും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ നമ്മൾ എല്ലാ ടേംസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കാരണം ഈ ഫോർ ലൂപ്പിന് പുറത്തായിരുന്നു എൻഡ് ബൗണ്ടറീസിലെ രണ്ട് ടേംസിലെ y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഇഫ് ലൂപ്പ് ഉപയോഗിച്ച് ഇഫ് ഐ ഇസ് പ്രസൻറ്റ് 2 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഈവൻ ടേംസിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ അത് ഓഡ് ടേം ആയിരിക്കും. ആ ഓഡ് ടേമിനാണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഈ ഇൻ്റഗ്രലിലേക്ക് h/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത്രയുമായപ്പോൾ നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചു. We come to the end of the program. Thank you one and all.